ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് നാട്ടിലത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാട്ടോ. അപ്പം നാട്ടിലെത്തിയിട്ട് ഇപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം വ്ളോഗ് എടുക്കാനൊക്കെ കുറച്ച് മടിയാണിപ്പം. നാട്ടിലിങ്ങനെ ഉമ്മാൻ്റെ ഫുഡെല്ലാം കഴിച്ച് നല്ല എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാനും ഉമ്മയും കൂടെയും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പം കുറച്ച് ചെടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും എന്നാണോ തിരിച്ചു പോകുന്നത് അന്ന് കുറച്ച് ചെടി എടുത്തിട്ട് അതങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് കുറച്ച് ചെടികൾ എടുത്തിട്ട് വേരൊക്കെ പിടിപ്പിച്ചതിന് ശേഷം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വേരൊക്കെ പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ചെന്നാൽ പിന്നെ സുഖമാണല്ലോ. ഓൾറെഡി വേര് പിടിച്ചതായതുകൊണ്ട് പിന്നെ അത് പിടിക്കുമോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പം ഞാനും ഉമ്മയും കൂടി രാവിലെ ഇറങ്ങിയതാണ്. എനിക്ക് ചില ചെടികളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് ചെറിയ ചട്ടിയിലാക്കി കുഴിച്ചിട്ടിട്ട് പിന്നെ പോകുന്ന സമയത്ത് അങ്ങനെ എടുത്തിട്ട് പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കിങ്ങനെ ചെടി എടുക്കണം എന്നൊക്കെ. പക്ഷേ മിക്ക ദിവസങ്ങളിലും മഴയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ്. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മഴ ഒന്നിങ്ങനെ മഴ ഒന്ന് പെയ്യും പിന്നെയും പോവും പിന്നെയും വരും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പം രാവിലെ മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ വേഗത്തിൽ തന്നെ ചെടി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ എനിക്ക് കുറച്ച് ഓർക്കിഡ് വേണമായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് നല്ല ഓർക്കിഡിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഓർക്കിഡും എടുക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഉമ്മ തൈ ആക്കി വെച്ച കുറച്ചുണ്ട്. പിന്നെ അങ്ങനെ ചിലതിലിങ്ങനെ തൈ ഓൾറെഡി വന്നിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഓർക്കിഡ് നല്ല രസമാണല്ലോ. ഓർക്കിഡ് ആകുമ്പം പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ആ പൂവ് അങ്ങനെ തന്നെ ഉണ്ടാവും ചെയ്യും. പിന്നെ മാത്രമല്ല ഓർക്കിഡ് ഇൻഡോറിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഓർക്കിഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെടിയും കാര്യങ്ങളെല്ലാം എടുത്ത് അപ്പോൾ ഇനിയിപ്പം ഇതിൽ ചിലത് മണ്ണിൽ കുഴിച്ചിടണം വേര് വരാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ ചിലതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും വേണം. കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി അങ്ങനത്തെ പരിപാടികൾ കേട്ടോ. ഇത് കണ്ടോ, ഇതുമ്പോൾ നേരത്തെ ഇങ്ങനെ തൈ ഉണ്ടായതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഓരോന്നിലാക്കി കുഴിച്ചിട്ടതാണ്. കണ്ടോ ഇതിപ്പോൾ ഉമ്മ ഇങ്ങനെ ചെറിയ ചെറിയ തൈ ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കുഴിച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ. അപ്പം ഉമ്മ അതിൽ നിന്ന് എനിക്ക് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചട്ടിയിലാക്കിയിട്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കിഡ് ഇതുവരെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുപോയി നോക്കുന്നത്. എൻ്റെ അടുത്ത് അവിടെ ഫ്ലാറ്റിലുള്ള ഓർക്കിഡ് ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് പോവുകയും ചെയ്ത്, പക്ഷെ ഒന്ന് നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുപോയി നോക്കാമെന്ന് വിചാരിച്ച്. ചോറ് പിന്നെ മറ്റേത് കരി മറ്റേ പൊട്ടുവിൻ്റെ കഷ്ണം ചകിരിമേൽ തന്നെ ചെക്ക് വേരിങ്ങോട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഒന്നാകാണ്ട് മാറ്റി വെച്ചാൽ മതി. അവർക്ക് അപ്പോൾ ഞാനും ഉമ്മയും മുറ്റത്ത് ഇറങ്ങി നടക്കാൻ കണ്ടപ്പോൾ മോളും വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് മുറ്റത്ത് ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങോട്ട് പോണ്ട. അങ്ങനെ മണ്ണിൽ കുഴിച്ചിടാനുള്ളതൊക്കെ നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ ചട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിൽ വേര് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മണ്ണോട് കൂടി തന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തന്നെ നാത്തുമാരിവിടെ ഓൾറെഡി ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പം വെണ്ടക്കൊപ്പേരിയും മീൻകറിയും പിന്നെ ചക്കക്കുരുക്കറിയും അങ്ങനെ നാടൻ വിഭവങ്ങളാട്ടോ. അപ്പം ഞാനിപ്പം കൊണ്ടുവന്ന പ്ലാന്റ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കുക കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തിട്ട് ഇലയിലൊക്കെ ഇങ്ങനെ ചളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇനി അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കണം. അപ്പോൾ അതിൽ ഈ ഒരു ബാംബു പോലുള്ള ഈ ഒരു ചെടിയില്ലേ, ഇതിൻ്റെ വേറെ ഒരു ഗ്രീൻ കളർ മാത്രമായിട്ടുള്ളത് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് വെള്ളത്തിലുണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ മീൻകറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി ജ്യൂസ് ആക്കിയിട്ടാട്ടോ മീൻകറി ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു കുറുകിയ കറി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ തക്കാളി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ജ്യൂസാക്കിയിട്ടെടുക്കുക. എന്നിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ മീനിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അവസാനം ചെയ്യുന്ന പോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുക, എന്നാൽ നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ ചക്കക്കുരു വെക്കുന്നുണ്ട്. ചക്കക്കുരു അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് വെക്കുന്നത് നല്ല രസമാണ്. അങ്ങനെ വറുത്തരച്ചിട്ട് കറി വെക്കും വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കറി. ഞാൻ അതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തേക്കുള്ള സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം കുട്ടികൾ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പഫ്സിൻ്റെ കുറച്ച് ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം എഗ്ഗിൻ്റെ പഫ്സ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിന്നിപ്പം എയർ ഫ്രയറിലാട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം ഞാനിതുവരെ എയർ ഫ്രയറിൽ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അതിലൊന്ന് എഗ് പഫ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മസാല ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പച്ചമുളക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പഫ് പേസ്ട്രീൻ്റെ പാക്കറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ 10 ഷീറ്റാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഷീറ്റിന് വേണ്ടിയിട്ട് 3 സവാള കറക്റ്റായിരുന്നു, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു സവാള നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 5 മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഹാഫല്ലേ നമ്മളൊരു ബോക്സിൽ വെക്കുള്ളൂ. അപ്പോൾ നമുക്ക് 10 ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട മതി. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ
അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കട്ടെ. അത് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പൊതുവേ പഫ്സ് കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ജ്യൂസി പോലെയല്ലേ ഉണ്ടാവുക അതിൻ്റെ ഒരു മസാല. അപ്പോൾ അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റുന്നതും ഈ ഒരു കുറച്ച് സോയാ സോസും പിന്നെ കുറച്ച് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പപ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട തന്നെ നമ്മൾ സവാള നന്നായിട്ട് തന്നെ വഴറ്റണം കേട്ടോ. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ ആയിട്ട് ആ ഒരു ഉള്ളി കാരമലൈസ് ആയിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ വരിക. എന്നിട്ട് പിന്നെ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഞാൻ ഓൾറെഡി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് ഒരു ഹാഫും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിൽ നിന്നും നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ സീൽ ചെയ്യണം കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ പിൻ ചെയ്തിട്ട് സീൽ ചെയ്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് തുറന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പേപ്പറോ ബേക്കിംഗ് ഷീറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ ഒരു നമ്മൾ പഫ്സ് ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ഷീറ്റ് ഉണ്ടാവില്ലേ, ഞാൻ അതന്നെ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പഫ്സും വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമ്മളൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി വരുന്ന സമയത്ത് ആ ഒരു പഫ്സിന് ഒരു ഗ്ലേസിങ്ങും ആ ഒരു കോട്ടിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ആട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള പപ്സും കൂടി ഒന്ന് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ ഫസ്റ്റ് ബാച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് താഴെ അങ്ങനെ കുക്കാവാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. കുറച്ചൊരു എന്താ പറയുക, ഒരു ആ ഒരു ഷീറ്റ് റോ ആയി കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതേ 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്സും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അടിയിലെ ഭാഗം ഒന്നും കൂടി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അടിയിലെ ഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക, മേലത്തെ ഭാഗം ഒന്ന് കുക്കായതിന് ശേഷം അടിയത്തെ ഭാഗം കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മുകളിൽ ആ ഒരു എഗ് വാഷ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലേസിങ് കണ്ടില്ലേ, നല്ല ഒരു നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുത്ത ബാച്ചും കൂടി ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഞാൻ UAE-ലാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗ്യാസ് വെള്ളമാട്ടോ പൊതുവേ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് എയർ ഫ്രയറിലാകുമ്പോൾ നമുക്കൊരു 15-20 മിനിറ്റിൽ നമുക്ക് ഒരു ബാച്ച് റെഡി ആയിട്ട് കിട്ടും. പക്ഷേ ഗ്യാസ് വെള്ളമാവുന്ന സമയത്ത് കുറച്ചും കൂടി ടൈം എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് 3-4 പഫ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല കറക്റ്റ് ടെക്സ്ചറുമാണ്, നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പം എയർ ഫ്രയർ ഉണ്ട്, അതിൽ പഫ്സ് ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.